മകൾ ദിയ കൃഷ്ണയുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്തതിനു ശേഷം ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളോട് ക്ഷമിക്കില്ല എന്ന് നടൻ കൃഷ്ണകുമാർ. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുമെന്നും പെൺകുട്ടികളാണല്ലോ എന്ന് കരുതി ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വലിച്ചഴിക്കേണ്ട എന്ന് കരുതിയെങ്കിലും പെൺകുട്ടികൾ തന്നെയാണ് ഇത് ഇത്രയും വഷളാകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഈ വിഷയം വന്നപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഞാൻ BJP പാർട്ടിയിലാണെന്ന് കരുതി എന്റെ പാർട്ടിയിലെ ഒരു ഉന്നതരെയും ഞാൻ ഇതിലേക്ക് വലിച്ചഴിച്ചില്ല. ഞാൻ ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടിയുടെ പേരിൽ എന്റെ കുടുംബത്തെ ക്രൂശിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ഞാനിപ്പോൾ 8ാം മാസത്തിലാണ്. ഈ മാസം ഇനി ഡെലിവറി ഉണ്ടാകും. എനിക്കിനി ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ചത്. എന്റെ ഭർത്താവ് വേറൊരു ജോലിയുള്ള ആളാണ്. പുള്ളിയുടെ തലയിൽ ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാനിത് എന്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയന്നു. എനിക്ക് വേണമെങ്കിലും മീഡിയയിൽ അറിയിക്കാം, പക്ഷെ പിന്നീടാകട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോഴാണ് ഞാൻ തെറി വിളിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടത്. ഞാൻ വിചാരിച്ചു ഞാൻ തെറി പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും എനിക്കെതിരെ തിരിയുമെന്ന്. പക്ഷെ എന്നെ ആ അവസ്ഥയിൽ അവർ കൊണ്ടെത്തിച്ചതാണ്. എനിക്ക് കേരളത്തിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. സാധാരണ സോഷ്യൽ മീഡിയയിൽ എനിക്ക് സപ്പോർട്ട് ഉണ്ടാകാറില്ല. പക്ഷേ ഈ വിഷയത്തിൽ എല്ലാവരും എൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. മീഡിയയോടും പോലീസിനോടും സോഷ്യൽ മീഡിയയോടും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ദിയ പറയുന്നത്.